ഉച്ചക്ക് ഭക്ഷണമൊക്കെ ഇറങ്ങിയപ്പോൾ അജിത്തിന്റെ ചോദ്യം എവിടെക്കാ പോകണമെന്ന്. ഫുഡ് കഴിക്കാനാണ് പോകാൻ പറയാം. കൊമ്പങ്കല്ല് അമ്പലത്തില് പ്രതിഷ്ഠാദിനാണ്, അവിടെ ഫുഡ് ഉണ്ട്, അവിടെ പോകുന്നത്. എന്നാ പിന്നെ പോവാണ്. നമ്മളൊരു അമ്പലത്തില് പരിപാടി നടക്കുമ്പോൾ നമ്മൾ പോകണ്ടേ, നമ്മൾ നാട്ടിലൊക്കെ റെഡി ആയി നിൽക്കണം പോകാൻ വേണ്ടിയിട്ട്. എന്നാ പിന്നെ ഞങ്ങൾ പോയിട്ടോ. ശരിക്കും പറ്റിക്കാൻ എങ്ങനെയുണ്ടോ? ഞാൻ പറ്റിക്കുന്നില്ല. ഇന്ന് കൊമ്പങ്കല്ല് ശ്രീ മഹാദേവ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള സദ്യ കഴിക്കാൻ വേണ്ടി പോകും. ചേച്ചി ശരിയാണോ? സത്യമാണോ? മായ ഞാനൊന്നും ഭക്ഷണം കൊടുത്തില്ല. നിങ്ങൾ നേരത്തെ ഇറങ്ങുന്നോണ്ട് ഇന്നലെ തൊട്ട് പ്ലാൻ ചെയ്തിരിക്കണം. അപ്പൊ ഞങ്ങൾ ഏതായാലും പോയോക്കട്ടെ. ഇവൻ പറഞ്ഞ സത്യമാണോ എനിക്കറിയില്ല. എന്തായാലും നമ്മൾ നാട്ടിലൊരു അമ്പലത്തിന്റെ പരിപാടി നടക്കുമ്പോൾ നമ്മൾ പോണ്ടേ, ഷാറാക്കണ്ടേ. ഏതായാലും നോമ്പ കഴിഞ്ഞാലേ വിളിക്കണം. വേറെ കൂടി അപ്പൊ ഞങ്ങനെ പോയിക്കൊണ്ടിരിക്കാം കേട്ടോ. അവിടെ എത്തിയിട്ട് അമ്പലം കാണിച്ചിട്ട് അമ്പലത്തിന്റെ കാര്യങ്ങൾ കാണിച്ചത്. എത്രാമത്തെ പ്രതിഷ്ഠ എന്നോടാ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അതിനുണ്ടോ? അച്ഛനോട് ചോദിക്കാം. അച്ഛനോട് ചോദിക്കാല്ലേ അമ്പലത്തിലേക്ക് പോണതൊക്കെ. സമയത്ത് ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടോ? ഭക്ഷണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അകമ്പാടെ ഹോട്ടലിൽ കിട്ടോ, അല്ലെങ്കിൽ ഉടുപ്പിക്ക്. ഭക്ഷണം കഴിയുന്നില്ല, നേരെ ഉടുപ്പിക്കാൻ പോവാ. എന്റെ പരിപാടി നടക്കൂല. ഇവരോട് ഞാനേ കഴിഞ്ഞോ ചോദിച്ചപ്പോ കഴിഞ്ഞു, ഫുൾ കഴിഞ്ഞു. അപ്പൊ എന്താ കഴിച്ചു. അമ്പലത്തിലെത്തി അജിത്തിന്റെ അച്ഛനൊക്കെ കണ്ടപ്പോ അജിത്തിന്റെ അച്ഛൻ പായസം കവറാക്കി കൈ പിടിച്ച് കണ്ട് പറയണേ പായസം കഴിച്ചിക്കണം കേട്ടോന്ന്. എന്താല്ലേ കൊണ്ടകല്ല മൂപ്പര് ആദ്യം തന്നെ പാക്കാക്കി വെച്ചിക്കണ്. എന്തായാലും ഞങ്ങൾ കൈ കഴുകാൻ പോയിട്ടോ. കാരണം എല്ലാവരും ഫുഡ് കഴിച്ചു പോയി. ഞങ്ങൾ എത്തിയത് കുറച്ച് നേരം വൈകി. ഒരു അച്ഛൻ കുറച്ച് പായസം ഞാൻ കൊടുന്നു. കാരണം ഒരു അര ക്ലാസ് മുതിക്കാം, അല്ലെങ്കിൽ 2-3 ഗ്ലാസ് കുടിക്കായിരുന്നു. ഇതാ വരുന്നുണ്ട് കേട്ടോ അമ്പല കമ്മിറ്റിന്റെ പ്രസിഡന്റ് ഗോപിയേട്ടന്. എവിടെ ഗോപിയേട്ട ചോറ് ചോദിച്ചപ്പോ ഞാൻ പ്രസിഡന്റ് ഒന്നല്ല മൂപ്പര് പറയണേ. അങ്ങനെ അവസാനം 2:30 മണിക്ക് വന്നിട്ടും ഞങ്ങൾക്ക് അവിടെ സദ്യ റെഡിയാണ് കേട്ടോ. സദ്യക്കുള്ള ഇല ഇട്ട് കൂട്ടാനുകൾ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. മസാലക്കറി ഒന്നും അറിയില്ലല്ലേ. ഇത് ഇതെന്താണ്? ഇതാ വരുന്ന ചോറും. ഞാൻ പിന്നെ ഡയറ്റ് ആയതുകൊണ്ട് കുറച്ച് ഫുഡ് കഴിച്ചിട്ടുള്ളൂ കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിക്കണ വീഡിയോ എടുക്കാൻ വേണ്ടി ഒരു ചേച്ചിനെ ഏൽപ്പിച്ച്. അപ്പൊ നിൽക്കണേ ചേച്ചിന്റെ വക ഒരു തള്ളും. അതെനിക്ക് ഇഷ്ടമായി. എന്തായാലേ രസമല്ല ഇതൊക്കെ. ഇതാണ് സെക്രട്ടറി, നമ്മളെ അമ്പല കമ്മിറ്റിന്റെ സെക്രട്ടറി കേട്ടോ. കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് സെക്രട്ടറി. കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയാണ്. ഫുഡ് അങ്ങനെ ഉണ്ട് എന്നൊക്കെ ചോദിക്കുകയാണ്. ആ ഫുഡൊക്കെ കഴിച്ച് കഴുകി വന്നപ്പോഴാണ് മക്കളെ ഒരാളെ നമ്മൾ പോണപ്പോ ഒരു ഓട്ടർഷ വെടിച്ച് പോകണ്ടില്ലേ. അയാളാണ് ബേജാറിന് പോയതാണ്. മേടിച്ചിട്ട് ആ ട്രിപ്പ് പോയിട്ട് കൊണ്ടാക്കി എറിഞ്ഞു പോകണം പോലെ. ഇതാണ് കൊമ്പങ്കല്ല് ശ്രീ മഹാദേവ ടെമ്പിള്. ഈ നിൽക്കുന്നതൊക്കെ ഇവിടുത്തെ മാതൃസമിതി അംഗങ്ങളാണ് കേട്ടോ. ഒരു ഫോട്ടോഷൂട്ടിലാണ്. ലോകോത്തര നിലവാരമുള്ള സൗണ്ട് ഞങ്ങളെ ചെറിയ കൊച്ചു ഗ്രാമത്തിൽ നേടുന്ന ആളാണ് നമ്മളെ സാലിമ്. കഴിഞ്ഞില്ലേ പെരുന്നാള് എന്താണ് അമ്പല പരിപാടി, സ്കൂൾ പരിപാടി, എല്ലാ പരിപാടിക്കും സാലിം ഒറ്റ വാക്ക്. ഇപ്പൊ വേറെ സംഭവം ഉണ്ട്, വെഡിങ്ങിന്റെ എടുക്കട്ടേക്കാം. കളർഫുൾ പരിപാടി. പൈസ മൊയ്യോ നാട്ടുകാരുടെ വാങ്ങിക്കോ. അപ്പൊ നമ്മളെന്താ പരിപാടികൾ എന്തൊക്കെയാണ് ഇവിടെ പ്രതിഷ്ഠ ദിനത്തിന്? എന്താ പരിപാടികളല്ലേ? ഇവിടെ ഇന്ന് മാതൃസമിതിയുടെ തിരുവാതിരകളുണ്ട്, പിന്നെ കുട്ടികളുടെ ഡാൻസ് പ്രോഗ്രാം ഒക്കെ ഉണ്ട്. തായമ്പക, ഡബിൾ തായമ്പക അത്. അപ്പൊ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രസിഡന്റ് ഉണ്ട് ഇവിടെ, അതേപോലെ പപ്പേട്ടനുണ്ട്. പപ്പേട്ടോട് ചോദിച്ചു നോക്കാം നമുക്ക്. പ്രതിഷ്ഠാദിനം സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 8ാമത്തെ പ്രതിഷ്ഠയാണിപ്പോൾ. ഇപ്പോൾ വളരെ ഗംഭീരമായിട്ട് ഇന്നിവിടെ പിന്നെ 10,000-ൽ പരം ആൾക്കാർ വന്ന് ഭക്ഷണം കഴിച്ചു. പിന്നെ നമ്മൾ ക്ഷേത്രത്തിലെ പല പിന്നെ വഴിപാടുകളും ഒക്കെ നടത്തി ഇന്ന് വളരെ നന്നായിട്ടുണ്ട് എന്നുള്ള എന്നെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇന്ന് ഇവിടെ ഈ ക്ഷേത്രത്തില് 8ാമത് പ്രതിഷ്ഠാദിന മഹോത്സവമാണ് നടക്കുന്നത്. ഇവിടെ ശിവക്ഷേത്രമാണ്. ഇതാ നമ്മളെ പ്രകൃതി മനോഹരമായ ഈ കുറുവൻപുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ശിവക്ഷേത്രമാണ്. ഈ നാട്ടിൽ തന്നെ ഒരു 1.5 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ചാലിയാർ പുഴയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന രാമല്ലൂർ ശിവക്ഷേത്രം ഒന്നുണ്ട്. അവിടുത്തെ പ്രതിഷ്ഠാദിന മഹോത്സവം ഇന്നലെയായിരുന്നു. ഇതാ ഇന്ന് ഇവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആഘോഷമാണ് പ്രതിഷ്ഠാദിനം. അതുപോലെ തന്നെ തിരുവാതിര മഹോത്സവം, അതുപോലെ ശിവരാത്രി. അതുപോലെ നമ്മുടെ ഈ നാട്ടിൽ ഈ ക്ഷേത്രത്തിൽ മാത്രം നടക്കുന്ന ഒരു പ്രത്യേകതയാണ് കർക്കിടക വാവുബലി, കുംഭവാവ് ബലി. മറ്റ് ഭാഗങ്ങളിലൊന്നും അത് നടക്കുന്നില്ല. അതായത് രാമല്ലൂർ ക്ഷേത്രത്തിൽ പോലും ഈ വാവുബലി നടക്കുന്നില്ല. ഈ ക്ഷേത്രത്തിൽ നാടിന്റെ നിരവധി ഭാഗങ്ങളിൽ, നിലമ്പൂർ ഭാഗത്തു നിന്ന് പോലും ഇവിടെ വാവുബലിക്കായിട്ട് നിരവധി ആളുകൾ ബലി കർമ്മം ചെയ്ത് സായുജ്യം നേടി പോവാറുണ്ട്. അതുപോലെ തന്നെ ഈ 3000 വർഷങ്ങൾ പഴക്കമുള്ള ഒരു ക്ഷേത്രം ഇവിടെ ഉണ്ടായിരുന്നു. അത് കാലത്തിന്റെ പഴക്കം കൊണ്ടും മറ്റും നാശോന്മുഖമായി തീർന്നു. അങ്ങനെ ഒരു 10-15 കൊല്ലങ്ങൾക്ക് മുമ്പ് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുകയും
ഇവിടെ ആരാധനയൊക്കെ തുടങ്ങി. ഈ സ്ഥലം, ഈ ക്ഷേത്രം നിൽക്കുന്ന സ്ഥലം ഒരു സ്വകാര്യ വ്യക്തിക്ക് ഗവൺമെന്റ് പതിച്ചു കൊടുത്തിരുന്നു മിച്ചഭൂമിയായിട്ട്. അങ്ങനെ നിരന്തരമായ നാട്ടുകാരുടെ ആവശ്യപ്രകാരം അവർ ഞങ്ങൾക്ക് അല്ലെങ്കിൽ നാട്ടുകാർക്ക് ഈ 18 സെന്റ് ഭൂമി, ഈ ക്ഷേത്രം നിൽക്കുന്ന ഈ സ്ഥലം തരികയാണ് ചെയ്തത്. പിന്നീട് ഇവിടെ ഇതുപോലുള്ളതാ ഇന്ന് ജനങ്ങളുടെ സ്വപ്ന സാഫല്യമായിട്ടുള്ള ഈ ക്ഷേത്രം ഇന്ന് ഈ രീതിയിൽ വരികയാണ് ചെയ്തത്. ഇപ്പോഴും ഇതിന്റെ പൂർണ്ണമായ പണികൾ കഴിഞ്ഞിട്ടില്ല, തേപ്പ് കഴിഞ്ഞിട്ടില്ല, ഓട് ഇട്ടിട്ടില്ല. ഇതൊക്കെ വരും വർഷങ്ങളിൽ ഭക്തജനങ്ങൾ വലിയ സഹായങ്ങൾ ചെയ്ത് നടപ്പിലാക്കാൻ കഴിയുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ.